ആണും പെണ്ണും ഒന്ന് അവിടെ അങ്ങനെ രണ്ടെണ്ണമൊന്നും ഇല്ല, കൊന്നാണ്. ഓക്കെ, എന്നിട്ടോ? എന്നിട്ട് ഒന്നുമില്ല. വേറെ അതിനെപ്പറ്റി ഞാൻ എന്താ അപ്പുറം പറയാനുള്ളത്? ആണും പെണ്ണും ഒന്ന് അവിടെ ജെൻഡർ ഈക്വാലിറ്റി വേണം, ന്യൂട്രാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആണും പെണ്ണും അള്ളാഹുവിൻ്റെ കണക്കിൽ ഒരുപോലെയാണ്. രണ്ടാളും വ്യത്യസ്തരാണ്. രണ്ടാൾക്കും രണ്ട് ധർമ്മമാണ് നിർവഹിക്കാനുള്ളത്. രണ്ടാൾക്കും രണ്ട് ഡ്യൂട്ടിയാണ്. അത് സ്വാപ്പ് ചെയ്യരുത്. പുരുഷന്റെ ഡ്യൂട്ടി പെണ്ണും, പെണ്ണിന്റെ ഡ്യൂട്ടി പുരുഷനും ചെയ്യാൻ തുടങ്ങിയാൽ കുടുംബം തകരും. നമ്മുടെ മക്കൾ വഴിയാധാരമാകും. നമ്മുടെ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടാവില്ല. രണ്ടാളും ജോലിക്ക് പോയിട്ട് ശമ്പളം മേടിച്ചു കൊണ്ടുവന്ന് അവരെങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുമെന്നതിലപ്പുറം മക്കൾ, അടുത്ത തലമുറ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയുന്നത് ഒരു പെണ്ണ് ഒരു വീടിന്റെ നേതാവാണ്. ഇതല്ലേ പുണ്യനബി പറഞ്ഞു? അതിലെന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? ഒരു പെണ്ണൊരു വീടിന്റെ സയ്യിദത്തു ബൈതിഹാ വൽ മർഅതു സയ്യിദത്തു ബൈതിഹാ. ഒരു പെണ്ണ് വീടിന്റെ നേതാവാണ്. അർറജുലു സയ്യിദു അഹ്ലിഹി. ഒരു പുരുഷൻ ഒരു കുടുംബത്തിന്റെ നേതാവാണ്. ആ വീട് നന്നാകുമ്പോഴാണ് ആ കുടുംബം നന്നാകുന്നത്. അപ്പോഴും പുരുഷന്റെ പണി നടക്കണമെങ്കിൽ പെണ്ണിന്റെ ഡ്യൂട്ടി അവിടെ നടക്കണം. അപ്പോഴേ പുരുഷന്റെ നേതൃത്വം അവിടെ ശരിയാവുള്ളൂ. ഇങ്ങനെ രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് നമ്മൾ വന്നത് ഇവിടെ. ആണും പെണ്ണും അള്ളാഹു നിശ്ചയിച്ചത്. ആദം നബിയെയും അവർക്ക് ഭാര്യയായി ഹവ്വാ എന്ന ഉമ്മയെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത് എന്നും പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു, പെണ്ണുങ്ങൾ ശരീരബലം, കായബലം, മസിലുകൾ ഉണ്ടാവില്ല ആണുങ്ങളെ പോലെ. പക്ഷെ ആണുങ്ങൾ ഭയങ്കര കരുത്തുള്ളവരായിരിക്കും. പെണ്ണുങ്ങൾ മനസ്സുകൊണ്ട് കരുത്തുള്ളവരാ നമ്മളെക്കാളും. നമ്മൾ ശരീരം കൊണ്ട് കരുത്തുള്ളവർ. വ്യത്യാസമുള്ളവരുണ്ട് കേട്ടോ. പുരുഷന്മാരെക്കൊള്ളൊക്കെ നല്ല മസിലുള്ള ആരോഗ്യമുള്ള ജിം ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. പിന്നെ പെണ്ണുങ്ങളുടെ അത്ര പോലും ആരോഗ്യമില്ലാത്ത ആണുങ്ങളുണ്ട്. പക്ഷേ ജനറലി സ്പീക്കിംഗ്, നമ്മളൊരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയല്ല, മൊത്തത്തിൽ പറയുമ്പോൾ മൊത്തത്തിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാളും ആരോഗ്യത്തിൽ വ്യത്യസ്തരാണ്. ശരീരാരോഗ്യം. പെണ്ണുങ്ങൾ മാനസിക ആരോഗ്യത്തിൽ നമ്മളെക്കാളും മുമ്പിലാണവര്. ഒരുപാട് നന്മകൾ അപ്പുറത്തുണ്ട്, ഒരുപാട് നന്മകൾ ഇപ്പുറത്തുമുണ്ട്. ഈ രണ്ട് നന്മകളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വീട് സന്തുഷ്ടമാകുന്നത്. ആ ഒരു രീതിയിലാണ് ഇസ്ലാം. ഞാൻ നിങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ, വളരെ വിഷമമുണ്ടെങ്കിൽ തന്നെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് രണ്ട് ദുർബലരായ വിഭാഗം ആളുകളെ. ശരീരം ദുർബലരാണവർ, എന്നാൽ അവരുടെ കാര്യം നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾ അവരെ സംരക്ഷിക്കണമേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ രണ്ട് വിഭാഗം ആരെന്നറിയുമോ? ഒന്ന് അനാഥരായ മക്കളാണ്, ഉപ്പമാർ മരിച്ചുപോയ മക്കളാണ്, അനാഥകളാണ്, യതീമുകളാണ്, ഓർഫൻസ്. മറ്റൊന്ന് പെണ്ണുങ്ങളാണ്, അൽ മർഅ. ഈ പെണ്ണുങ്ങൾ അവരുടെ ശരീരബലം നിങ്ങളെ പോലെ ഇല്ല എന്നിരിക്കെ നിങ്ങൾ അടിക്കുകയോ പ്രഹരിക്കുകയോ വേദനിപ്പിക്കുകയോ അവരെ നിങ്ങൾ അടക്കി ഭരിക്കുകയോ ചെയ്യരുതേ. അവരെ ദുർബലരാണ് ശരീരം കൊണ്ട്, എന്നാൽ മനസ്സുകൊണ്ട് അവർ ശക്തരാണ്. നിങ്ങളാണെങ്കിലോ ശരീരം കൊണ്ട് ശക്തരാണ്. അവരെ പോലെ അല്ല നിങ്ങളുടെ ആരോഗ്യം. അതുപയോഗിച്ച് നിങ്ങളുടെ പെണ്ണുങ്ങളെ വിഷമിപ്പിക്കരുതേ. അവരുടെ കാര്യമാണ് നിങ്ങൾ ഉണർത്തുന്നത്. കൂട്ടത്തിൽ യതീമുകളെയും, വാപ്പമാരെ മരിച്ചുപോയ മക്കളെ നിങ്ങൾ നോക്കണേ, സംരക്ഷിക്കണേ. നിങ്ങളുടെ നാടുകളിലെ യതീമുകൾ യതീംഖാനകളിലേക്ക് ഏൽപ്പിച്ചിട്ട് അവരുടെ കാര്യം അവര് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ഒരു കുട്ടിക്ക് ഒരു വാപ്പ മരിച്ചാൽ ആ കുട്ടിക്ക് ഈ ഉമ്മത്തിൽ 100 ആയിരക്കണക്കിന് വാപ്പമാർ ആ കുഞ്ഞിനുണ്ടാവണം. ഒരു വാപ്പയാണ് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതെങ്കിൽ ആ കുഞ്ഞിന് പകരമായി 100 കണക്കിന് ഉപ്പമാറിയ നാട്ടുകാരുണ്ടാവണം. യതീമുകളെ നിങ്ങൾ നോക്കണേ, പെണ്ണുങ്ങളെ നിങ്ങൾ നോക്കണേ, അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്നൊരു റബീഉൽ അവ്വലിൽ ഹബീബായ തങ്ങൾ മദീനയിൽ വെച്ച് ലോകത്തോട് വിട പറയുമ്പോൾ നമ്മെ ഏൽപ്പിച്ച വിഷയമാണത്. അതുകൊണ്ട് മുഅ്മിനേ, സച്ചരിതരായ മഹദിമാർ, ഈ ഉമ്മത്തിന് വലിയ വലിയ സംഭാവനകൾ ചെയ്തവരെ നമ്മൾ ഓർക്കുകയാണ്. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജ വഫാത്തിമ വമറിയം വആസിയ. അഫ്ളലു നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ, സ്വർഗത്തിലേക്ക് വരുന്നവർ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന ഒരു ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവാം, പക്ഷേ പെണ്ണുങ്ങളിൽ ശ്രേഷ്ഠരായവർ എന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗവാസിനികളായ പെണ്ണുങ്ങളിൽ ഏറ്റവും അല്ലാഹു സ്ഥാനം കൊടുത്ത് ആദരിക്കുന്ന 4 പെണ്ണുങ്ങളുണ്ട്.
ആരാണെന്നറിയുമോ? അതിലൊന്ന് ഹബീബിന്റെ പുണ്യനബി തങ്ങളുടെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയാണ്. വഫാത്തിമ, ഹബീബിന്റെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. മൂന്നാമത്തേത് ഈസ നബിയുടെ ഉമ്മയായ യേശുക്രിസ്തുവിന്റെ ഉമ്മ എന്ന് നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ പറയുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നത് ഈസ നബിയെയാണ്, ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഈസ പ്രവാചകൻ അലൈഹിസ്സലാം. മഹാനായ പ്രവാചകൻ ഈസാ നബിയുടെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹ. പിന്നെ ഫറോവ എന്ന ഈജിപ്ത് കണ്ട ഏറ്റവും ക്രൂരനായ കൊടിയ കൊലപാതകങ്ങൾ ചെയ്ത പിഞ്ചു മക്കളെ കൊന്നുകളഞ്ഞ ഫറോവ എന്ന ഭരണാധികാരി BC 3-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ ശത്രുവായിരുന്ന മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൈൽ നദിയിലൂടെ അവരുടെ ഉമ്മ വെള്ളത്തിൽ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി കളഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയ ആള്, ആ ആൾക്ക് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം സത്യസന്ദേശം ഓതി കൊടുക്കാൻ വരുന്നത്. ആ ഫറോവ റംസീസ് രണ്ടാമനെ ചെങ്കടലിൽ, സ്വിസ് ഉൾക്കടലിൽ ഭാഗത്ത് വെച്ച് അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്ത് ഇന്ന് ഈജിപ്തിലെ കൾച്ചറൽ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ അവിടെ ഇങ്ങനെ ചില്ലിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട മുമ്പേ ഒരുപാട് ആൾക്കാർ പോയി സന്ദർശിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം, മമ്മി ഹാളുണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു 21 മമ്മികളെങ്ങാൻ അവിടെ ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് പോയിരുന്നു. 21ഓളം, ചിലപ്പോൾ 19 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകും പരിശോധനയ്ക്ക്, ചിരിച്ച് കൊണ്ടുവന്ന് വെക്കും. മാക്സിമം 21 കാണാറുള്ളത്. അതിലുണ്ട് ഇങ്ങനെ കയ്യും പൂട്ടി ഇങ്ങനെ കിടക്കേണ്ട ഒരാൾ. യാ അല്ലാ, 5000 കൊല്ലം കഴിഞ്ഞു, മൂപ്പരുടെ തടി അങ്ങനെ തന്നെ ഉണ്ട്. ഇറച്ചൊക്കെ പോയിട്ടുണ്ട്, ആൾ മെലിഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ കിടക്കുന്നുണ്ട്. റംസീസ് രണ്ടാമൻ എങ്ങനത്തെ പോക്കിരിയായിരുന്നു. അയാളുടെ ഭാര്യയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആസിയ ബീവി ഫറോവ ഞാനാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞ ആളാണ്, ഞാനാണ് വലിയ പടച്ചോൻ, എൻ്റെ മുമ്പിൽ നമിക്കണം, സാഷ്ടാംഗം നമിക്കണം എന്ന് ഫറോവ ജനങ്ങളെ നിർബന്ധിച്ചിരുന്നു എന്നാണ് ചരിത്രം. ഫറോവക്ക് സുജൂദ് ചെയ്യാതെ സാഷ്ടാംഗം നമിക്കാത്ത മുഴുവൻ ആളുകളും കൊല്ലപ്പെടുമായിരുന്നു. സ്വന്തം ഭാര്യ അത് ചെയ്തില്ല എന്നതാണ്. ഭാര്യ ആസിയ ബീവി പറഞ്ഞു, ഫറോവ, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുക? നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ, ഇനി നിങ്ങൾ മരിക്കൂലേ, അപ്പോഴും ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നിങ്ങളാണത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാവുക? അതിൽ പിന്നെ ഫറോവ ആസിയ ബീവിയെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആസിയ ബീവി റളിയല്ലാഹു അൻഹ